ഇപ്പോഴും ഞാൻ പറയണ് മഞ്ജു വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തയ്യാറല്ല. അത്യാവശ്യം ഒരു 10 ഞാൻ വെല്ലുവിളിക്കുന്നൊന്നുമില്ല, പക്ഷെ എനിക്കത് കേട്ടാ കൊള്ളാന്ന് ആഗ്രഹമുണ്ട് ലൈവായിട്ട്. ഇത് എല്ലാവരും ചില ആളുകൾ ഇപ്പോൾ ഇത് കാണുന്ന ആളുകൾ വിചാരിക്കും ഇത് ഭയങ്കര അറേഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ ഞാൻ പ്ലാൻഡ് ആണെന്നുള്ളത്. അപ്പോൾ വേണ്ട, ഞാൻ ലൈവായിട്ട് തന്നെ പാടാം. ഞാൻ പാടിയാലോ വാച്ച് എനിക്ക് തരുമോ? അല്ല, ഒരു മത്സരമാകുമ്പോൾ അങ്ങനെയല്ലേ, വാച്ച് തരാ, ഇന്റർവ്യൂ ചെയ്യുമ്പോ തിരിച്ചു തരുമോ? അങ്ങനെയില്ല, നമ്മൾ വാങ്ങിയതൊന്നും തിരിച്ചു കൊടുക്കുക. ഈ പാടിയത് ഞാൻ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട്, റിസ്ക്. ഞാൻ ഒരു മിഠായി തരാ, മതിയാ? മിഠായി വേണോ ഗൈസ്? വേണോ ഗൈസ്? പാവുണ്ട് കേട്ടോ ഇക്കുള്ള കോൺഫിഡൻസ് ഇക്ക തെറ്റിക്കൂന്നുള്ള കാര്യത്തിൽ എനിക്കില്ല. അതെ, അതിന് ഞാൻ പറഞ്ഞു ഞാൻ പാടുന്നുള്ളത് ഉറപ്പാണ്. അന്നൊക്കെ പാട്. നമ്മള് വന്നിക്കണ്, ഹെയർ ഇങ്ങനെയാക്കിക്കണ്, കൈ ഇങ്ങനെ വെച്ചത് കണ്ടിക്കണ്, ഇവിടെ പച്ച കുത്തിക്കണ്, വാച്ച് തരുമെന്ന് ചോദിച്ചിക്കണ്, മിഠായിൽ ഒതുക്കാൻ നിന്നിക്കണ്, നമ്മൾ അന്തമിട്ടിട്ടിരുന്നിക്കണ്, നമ്മളെ മൊത്തത്തിൽ തരാന്ന് പറഞ്ഞിക്കണ്, കാലിങ്ങനെ വെച്ചിക്കണ്, കൈയോട് ചേർത്തിക്കണ്, പാടിയപ്പം മെല്ലെ ചിരിച്ചിക്കണ്, ചിരിച്ചപ്പോൾ ലിപ്പൊന്ന് തുറന്നിക്കണ്, ഫേസ് ഇങ്ങനെ ആട്ടിക്കണ്, മുടിയൊക്കെ കറപ്പിച്ച് വന്നിക്കണ്, 2 കിലോ ലിപ്സ്റ്റിക്ക് തേച്ചിക്കണ്, പോരാഞ്ഞിട്ട് മൂക്കും കുത്തിക്കണ്, കണ്ണ് നിറയെ കൺമശി തേച്ചിക്കണ്, കൈ കവിളിൽ കുത്തിക്കണ്, കുത്തിയപ്പം താഴോട്ടെടുത്തിക്കണ്, മെല്ലെ ഷെടാന്ന് കേട്ടിക്കണ്, നമ്മൾ കിണ് വെച്ച് പാടിക്കണ്, ദ സൗണ്ടിൽ വന്നിക്കണ്, ലിപ്പ് കടിച്ച് പിടിച്ചിക്കണ്, പാടിയപ്പം പൊട്ടിച്ചിരിച്ചിക്കണ്, ഓള് തലയാട്ടി നിന്നിക്കണ്, മൂപ്പര് കൈയും കെട്ടി നിന്നിക്കണ്, ഒരുത്തൻ വീക്ക് ഫെൻഡർ നോക്കിക്കണ്, പാടിയപ്പം ബാക്കോട്ട് നോക്കിക്കണ്, ഓള് കണ്ണൊക്കെ വട്ടത്തിലായിക്കണ്, പാടിയപ്പം കണ്ണും മോറും അടച്ച് നിന്നിക്കണ്, കൈ മൂക്കുമ കുത്തിക്കണ്, എന്നിട്ട് കൈയൊക്കെ ഇളക്കിക്കണ്, എല്ലാം കൂടി ഒലക്കമ്മലായിക്കണ്, മുട്ടായി തരാൻ പറഞ്ഞിക്കണ്. മുട്ടായി തരാന്ന് പറഞ്ഞിക്കണ്, നിങ്ങളെ പറ്റി പാടിക്കണ്, മുട്ടായി ചോദിച്ചപ്പം മൂപ്പര് സ്ലോലിന് തരാന്ന് പറഞ്ഞിക്കണ്, അത് കിട്ടൂലെന്ന് തിരിഞ്ഞിക്കണ്, നമ്മള് വാശി പിടിച്ച് പാടിക്കണ്, വിജയിച്ചോന്ന് ചോദിച്ചിക്കണം. ഗുഡ് ജോബ്. ഞാൻ കൈ കൊട്ടിയിരിക്കണം. പെട്ടെന്ന് ഇങ്ങനെ എണീറ്റിക്കണം, എന്നിട്ട് ഇങ്ങനെ മുട്ടിക്കണം, എന്നിട്ട് ഗുഡ് ജോബ് എന്ന് പറഞ്ഞിക്കണം. നമുക്ക് ഒപ്പന കളിച്ചത് ഓർമ്മ വന്നിക്കണം. പക്ഷെ വെൽ ജോബ്, വെൽ ഡൺ. കാരണം എന്താ അറിയോ, ഈ വായിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ ഈ വെള്ളി വീഴാന്ന് പറയുമല്ലോ, അങ്ങനെ വെള്ളി വീഴാണ്ട് അങ്ങനെ ചെയ്യുന്നത് ഇസ് ബിക്കോസ് ഓഫ് യുവർ എക്സ്പീരിയൻസ് ആസ് എ പെർഫോമർ. അത് എൻജോയ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ. ഗുഡ് ജോബ്, ഗുഡ് ജോബ്, ഗുഡ് ജോബ്, നൈസ്.